ദേവാസിന്റെ ദൈവത്തിന്റെ ദൈവങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കോട്ടയാലും കേൾക്കുന്നു. വീണ്ടും പ്രാർത്ഥന ചോദിച്ചുകൊണ്ടും അവർ വാക്യമായിരിക്കുന്നു. ഇനി എല്ലാവരും ദൈവം തന്നെ കാത്തിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. പണ്ടുള്ളാരും ഏറ്റവും ആനന്ദിക്കും എന്റെ പിള്ളേർ ദൈവത്തെ ഘോഷിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെ മണവാൾ ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ അവനെ രക്ഷാവസ്ഥ നേർപ്പിച്ചു. നീതിയിൽ അംഗീകരിച്ചിരിക്കുന്നു. വചനമാണ് അതേ കുടിയാല ആരെയാണ് കുടിയാല ഇതുപോലെ ഈ രക്ഷാവസ്ഥ ദൈവനെ അണിയിപ്പിച്ചത് കുടിയാല ഒരു മക്കളാണ് ദൈവനെ പ്രധാന അവസ്ഥയിലേക്ക് ദൈവത്തെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ മഹാകരുണയാകാല ദൈവത്തെ സ്തുതിക്കുവാണ്. പറയുന്നത് പോലെ മലിനമാകാത്ത കുറെ സർവീസിലുള്ളത് പറയുന്നത് പോലെ പ്രകാരം അവർ വെള്ളയോട് അടിച്ചുകൊണ്ട് നടക്കും. ധരിക്കും. അതേ നമ്മളെല്ലാം ദൈവപ്രകാരം ചെയ്യുവാൻ തന്നെ വിളിച്ചറിയാതെ ദൈവത്തെ സമർപ്പിക്കുന്നു. ആ ദൈവത്തോട് കടക്കുവാൻ വേണം. നമ്മുടെ അവകാശം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തോടുകൂടെ നടക്കുവാൻ പ്രയോഗിച്ചുകൊണ്ട് ജയിക്കുന്നവരായാലും വേണം. ഇത് നമ്മൾ ഓരോരുത്തരുടെയാകട്ടെ. അതിനാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെയും ചോദിച്ചുകൊണ്ട് ദൈവത്തിനെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി നൽകിയ കൃപയോർത്ത് സാവകാശത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കാരണം നല്ല ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും
വാർത്തയിലാക്കുന്ന മാതാപിതാക്കൾക്ക് യേശുസ് നമ്മുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി ദൈവസഭയിലായിരിക്കുന്ന കർത്താദാസൻ പി ഡി ജോൺസൺ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന, ബിജി ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്ന, ദൈവസഭയുടെ ഇവിടെ ഈ നെല്ലിക്കാല ദൈവസഭയുടെ ഒരു ദൈവദാസനായിട്ട് മാത്രമല്ലല്ലോ, കോഴഞ്ചേരി സെക്ഷൻ പാസ്റ്ററായിട്ട് പ്രിസ്പിറ്ററായിട്ട് കർത്താദാസൻ കർത്താവിൻ്റെ ഏൽപ്പിച്ച വേല ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ വർഷം ഫെബ്രുവരി മാസം ആണ് ആദ്യമായിട്ട് കോഴഞ്ചേരി സഭയിൽ വെച്ച് പാസ്റ്റർ ആൻറ്റിയും പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഈ സമയം വരെ ഒരു സ്തോത്രം വേലക്കാരന് ഒരു അനിയൻ എന്ന രീതിയിൽ എല്ലാ സ്നേഹവും കരുതലൊക്കെ കാണിച്ചോത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എന്നാൽ പല വെള്ളിയാഴ്ചകൾ അവിടെ കോഴഞ്ചേരിയിൽ പ്രാർത്ഥന പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഞായറാഴ്ച മാത്രം അവർ പോകുന്ന യാത്രയപ്പിൻ്റെ ബന്ധത്തിലാണ് ഒരു ഞായറാഴ്ച അവിടെ പങ്കെടുക്കാൻ സാധിച്ചത്. സ്തോത്രം ചെയ്യുന്ന കൂട്ടായ്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന WMCയുടെ മീറ്റിങ്ങിൽ ഇവിടെ വരുവാൻ എനിക്ക് കുടുംബമായി വരുവാനും, അത് WMCയുടെ ഇവിടുത്തെ സെക്ഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താദാസി ലിസി സണ്ണി നെല്ലാടിലെ ആൻറ്റിയാണ് ഞങ്ങളെ ക്ഷണിച്ചത്. അങ്ങനെ വരുവാൻ ഒരു സാവകാശം ഒരുക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വരുവാനും പാസ്റ്റർ ആൻറ്റി വീണ്ടും കാണുവാൻ കർത്താവ് സാവകാശം ഒരുക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ പാസ്റ്ററോടെയും പറഞ്ഞാണ് ഞങ്ങൾ കുടുംബമായി വരുമെന്ന് ഞായറാഴ്ച, പക്ഷേ വരാൻ സാധിച്ചില്ല. അതിനോടുള്ള ക്ഷമയും കൂടി ചോദിക്കുകയാണ്. പ്രത്യേകമായി ഇവിടെ അയക്കുന്ന അതിഥിയായി വന്നിരിക്കുന്ന TC ജേക്കബ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾക്കൊക്കെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഒരു CSI യാക്കോബ പാർലമെൻറ്റിൽ നിന്ന് കർത്താവ് ഈ സത്യപാതയിലാക്കി തീർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന എൻ്റെ മാതാവ് CSIയിൽ ഒരു അച്ഛനായിട്ടാണ് എന്നെ സമർപ്പിച്ചത്. എന്നാൽ കാലങ്ങൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പെന്തക്കോസ്തിലെ വേലക്കാരനായ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. അത് പിൻകാലങ്ങളാണ് മനസ്സിലാക്കിയത്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് പകൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനം, ഒരു സംഗീത പ്രബോധനം കർത്താവിൻ്റെ ആത്മാവ് കേൾപ്പിച്ചനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനോട് ചേർന്ന് തന്നെ ഇന്ന് പ്രഭാതം മുതൽ എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു വാക്യം, ഒരു ഭാഗം വേഗത്തിൽ സ്വതം വായിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഈ നാളുകളിൽ അത് അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുണ്ട്. നമുക്കറിയാം ആരമുള്ള ഈ ദേശം, അത് സ്തോത്രം, അത് ഒരു സാധാ ഒരു ഇടമല്ല. അനേക ജാതികളായ ശക്തികളെ സേവിക്കുന്ന ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ ആഴ്ച വരെയും അതിൻ്റെതായ കാര്യങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഓർപ്പിക്കുന്ന നാം പ്രാർത്ഥനയിൽ, അത് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന ഒരുമിച്ച് ഈ നാളുകളിൽ വർദ്ധിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നതിനോട് അതിനോട് ചേർന്ന് യേശു ക്രിസ്തു തന്നെ പാസ്റ്റർ പറഞ്ഞു നിർത്തിയ ആ ഭാഗത്ത് കർത്താവിൻ്റെ പാനപാത്രം, ആ കഷ്ടതയുടെ പാനപാത്രം കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആ പാനപാത്രം അത് ഈ നാളുകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, പ്രാർത്ഥനയിൽ പോരാടി അത് ജയാളികളായി തീരുവാൻ ദൈവാത്മാ നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം, അത് ഔദ്യോഗികമായൊരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, AGയുടെ അത് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രാർത്ഥന പാസ്റ്ററിന് അറിയുന്ന കാര്യമാണ്. 24 മണിക്കൂർ സൂമിൽ നടക്കുന്ന ഒരു പ്രാർത്ഥന ചങ്ങലയുണ്ട്. ആ പ്രാർത്ഥന ചങ്ങല അതിൽ ഓരോ വ്യക്തികളോ സഭകളോ ആയിട്ട് ഓരോ മണിക്കൂർ ലോകമെമ്പാടുമുള്ള AGയിലെ വിശ്വാസികളും ദേവദാസന്മാരും സഭകളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ സ്പോൺസർ ചെയ്ത പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഇപ്പോൾ ഈ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ആഴ്ചയിൽ എല്ലാ ആഴ്ചയുടെ ശനിയാഴ്ചകൾ വൈകിട്ട് 6 മുതൽ 7 മണി വരെ നമ്മുടെ കോഴഞ്ചേരി സെക്ഷൻ്റെ, നമ്മുടെ ഈ ഉൾപ്പെട്ട സഭ ഉൾപ്പെടെ 6 മുതൽ 7 മണി വരെ ആ പ്രാർത്ഥന, ആ സ്ലോട്ട് കോഴഞ്ചേരി സ്ലോട്ടാണ് ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള സഭകളാണ് ആ പ്രാർത്ഥന നടത്തേണ്ടതും നടക്കുന്നത്. ഇന്നലെ നടന്നു. അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് എന്നെ ചില മാസങ്ങളായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ടല്ല, പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. എങ്കിലും സ്തോത്രം. അതുകൊണ്ട് ഇവിടെയുള്ള ദൈവസഭയും കൂടി ദൈവമക്കൾ ആഴ്ചയിൽ ഒരിക്കലും ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ 7 മണി വരെയാണ് ആ പ്രാർത്ഥനാ സമയം. അതിൽ സൂമിലാണ് അതുള്ളത്. അത് ഐഡിയും കാര്യങ്ങളൊക്കെ പാസ്റ്റർ കയ്യിലുണ്ട്. സ്തോത്രം. അത് നിങ്ങൾ പങ്കെടുക്കണം. അല്പസമയമെങ്കിലും, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല, എന്നാൽ ആൾ കുറവായതുകൊണ്ട് അത് സമയം നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വല്ല സമയം ലഭിച്ചതെങ്കിലും അതിൽ പങ്കെടുക്കുന്ന വളരെ അനുഗ്രഹമായിരിക്കും. വിവിധ വിഷയങ്ങൾ ഓർത്താണ് പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷയം നമുക്ക് പറയാം, മറ്റുള്ള ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. അത് വലിയൊരു അനുഗ്രഹമാകുന്നു. അതിലേക്ക് ഞാൻ നിങ്ങളെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ്. അറിയാത്തവരുടെ അറിവിലേക്കും കൂടി ഞാൻ പറയണം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ മാത്രം വായിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയുന്നൊരു വാക്യമാണല്ലോ. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണ് യേശു ക്രിസ്തു
കരഞ്ഞു, അല്ലെങ്കിൽ യേശു കരഞ്ഞു. ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ചെറുതാണ്, ജീസസ് വെപ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. സോ അതിനോട് ചേർന്ന് അപ്പം സർവശക്തനായ ദൈവം അവൻ കരഞ്ഞു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവൻ കരഞ്ഞു. ഒന്നുകൂടെ പറയുക, സ്വന്തം സർവശക്തനായവൻ മാത്രമല്ല, ആണായി പിറന്നവൻ അതേ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. കർത്താവ് അത് ഒരു മാതൃക കാണിച്ചു. പത്രോസ് പറയുന്ന അവൻ നമ്മൾ നടക്കേണ്ട വഴി അവൻ മാതൃകയായി കാണിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു കരഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കരച്ചിൽ ആവശ്യമാകുന്നു. എന്താ ആവശ്യങ്ങൾ? പാസ്റ്റർ പറഞ്ഞ പോലെ ആവശ്യങ്ങൾ നേടിയിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന, ഒരു കരച്ചിൽ, ഒരു ഉപവാസമല്ല, ഉപരിയായ ദൈവസന്നിധിയിൽ അങ്ങേ കാണുവാൻ, അങ്ങേ ഒന്ന് അറിയുവാൻ, അവൻ്റെ മുഖമൊന്ന് ദർശിപ്പാൻ. ദാവീദ് രാജാവ് പഴയ നിയമത്തിൽ പറയുന്നെങ്കിൽ നാം പുതിയ നിയമ വിശ്വാസികൾ എത്രത്തോളം അത് അനുഭവിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ അവൻ്റെ രൂപം ഇന്ന് എങ്ങനെയായിരിക്കുന്നു, യേശു സ്വർഗത്തിൽ ഏത് രൂപത്തിലായിരിക്കുന്നോ ആ രൂപം യേശുവിടെ വെളിപ്പെടുത്തുകയാണ്. സൂര്യൻ ശക്തിയോടെ അതേ പ്രകാശിക്കുന്ന മുഖം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഹല്ലേലൂയ, മാലത്ത് പൊൻകച്ച് കെട്ടിയ കർത്താവിനെ ഇന്ന് പകൽ, അതേ ഇന്ന് മുതൽ കൂടുതലായി കാണുവാൻ, അവനൊന്ന് രസിപ്പാൻ, അവനെ കണ്ട് സന്തോഷിപ്പാൻ ദൈവാത്മാ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ കർത്താവ് ഹല്ലേലൂയ അവിടെ എബ്രായ ലേഖനം പറയണം 5-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയാണ്, വായിച്ചാൻഡിക സ്തോത്രം ചെയ്യുന്നു, ക്രിസ്തു തന്നെ ഐഹിക ജീവകാലത്ത് മരണത്തിന് പിടിയിപ്പാൻ രക്ഷിപ്പാൻ കഴിയുമെന്നതിനോട്, എന്നാൽ പിതാവിനോട് ഉറച്ച നിലവിളി, സ്തോത്രം, അതേ കണ്ണുനീരോടും കൂടെ, വീണ്ടും അതേ വചനത്തിൽ പറയുകയാണ്, കണ്ണുനീരോടും കൂടെ യേശു ക്രിസ്തു അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമുക്കൊരു മാതൃകയാണ്. സ്തോത്രം. അതെ, അവനെ ഒന്ന് അനുഭവിക്കുമ്പോൾ, വേദന വരുമ്പോൾ, സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പല സഭകളിൽ പോയി പറഞ്ഞൊരു കാര്യമാണ്, പഴയ 1-ാം നൂറ്റാണ്ടിലും മാത്രം ഈ ആരമുള്ള ഇവിടുത്തെ സഭകൾ, അല്ലെങ്കിൽ ആദ്യ വിശ്വാസികളൊക്കെ ആദ്യ കാലങ്ങൾ ഹൈന്ദവ വിശ്വാസം വിട്ടുവന്നപ്പോൾ അടിയും ഇടിയും അവരെ കൊല്ലുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം അവർ യേശുവിൻ്റെ ആ കഷ്ടപ്പാട് ഓർത്തപ്പോൾ, അത് ആത്മാവിൽ കണ്ടപ്പോൾ അവർക്ക് സഹിപ്പാനുള്ള ആത്മശക്തി ദൈവം നൽകിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, അവന് ഉത്തരം ലഭിച്ചു. സ്തോത്രം. 8-ാം വാക്യം പറയുന്നത്, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ചു. അപ്പം യേശു പിതാവിൻ്റെ അത് കൽപ്പനകൾ അനുസരിച്ചത് കഷ്ടങ്ങളാൽ അവൻ അതേ അനുസരണം പഠിച്ചു. നമ്മുടെ ജീവിതം വരുന്ന കഷ്ടം ദൈവമക്കളെ പല കാരണം കൊണ്ടാണ് കഷ്ടം വരുന്നത്. ആ കഷ്ടം നിമിത്തം നമുക്ക് പല കാര്യങ്ങൾക്ക് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വരെ നമ്മളെ അടിക്കുക മാത്രമല്ല, നമ്മളെ ശുദ്ധീകരിപ്പാനും നമ്മളെ ബലപ്പെടുത്തുവാനും. ഇവിടെ പറയുകയാണ് യേശുവിൻ്റെ ഒരു ഉദാഹരണം, അത് അനുസരണം പഠിക്കുവാൻ, അവൻ തന്നെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ കഷ്ടത. അത് ചിലപ്പോൾ ക്യാൻസർ രോഗമായിരിക്കും, പക്ഷെ ആ ക്യാൻസർ നിമിത്തം അതാണെങ്കിലും അതിന് മധ്യത്തിലും സ്തോത്രം കർത്താവിനെ കാണുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും അവനെ അനുസരിക്കാൻ വേണ്ടി കർത്താവ് തരുന്നു. മാത്രമല്ല, ലോകത്തിൽ ഏതൊരു വ്യക്തിക്കും പറ്റാത്തൊരു കാര്യമാണ് താൻ രോഗിയായിരിക്കുമ്പോൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. പക്ഷെ ഞാൻ എന്നും പറയാറുണ്ട്, ഒരു വിശ്വാസിക്ക്, പാസ്റ്റർമാർക്ക് മാത്രമല്ല, ഒരു സാധാ വിശ്വാസിക്ക്, ക്യാൻസർ രോഗിക്ക് മാത്രമേ അതേ അവർ കിടക്കുന്ന വാർഡിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന അതേ കിടക്കുന്ന സ്തോത്രം രോഗി, അവിശ്വാസിയായ രോഗി നമ്മോട് പറയുന്നത്, ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നമുക്ക് ക്യാൻസർ എനിക്കാണെങ്കിലും, പക്ഷെ എനിക്ക് ആത്മാവിൽ ദൈവാത്മാവ് ശക്തി പകരുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ലോകത്തിലെ ഏതൊരു വ്യക്തി, അതേ ആർക്കും പറ്റാത്ത ഒരു ദൈവ പൈതൃകം മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ പുത്രനെങ്കിലും അവൻ സ്വന്തം അനുഭവിച്ച കഷ്ടങ്ങളാൽ അതേ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വലിയ കഷ്ടം അനുഭവിച്ചു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് യെശയ്യാപ്രവാചകൻ പറയാണ്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, കർത്താവ് താൻ തന്നെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്താലോ. പ്രൈസ് ലോർഡ്. എന്നെ അനുഗ്രഹിപ്പാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്, പ്രൈസ് ലോർഡ്, സ്തോത്രം. അപ്പോൾ ഒരു ക്രൂശ് ഉണ്ട്, ഒരു ത്യജിക്കുന്ന അനുഭവമുണ്ട്, സ്തോത്രം. പക്ഷെ അത് എന്തിനു വേണ്ടിയാ? ഞാൻ ഇല്ലാതായാൽ, പ്രൈസ് ലോർഡ്, ആയാലും അതേ ഒരു ആത്മാവിൻ്റെ രക്ഷ,
ചിലപ്പോൾ ഈ 6 മണിൽ ഒരു കുടുംബത്തിൻ്റെ രക്ഷ, അതേ സ്തോത്രം ചില ജീവിത രക്ഷയ്ക്ക് വേണ്ടി ആകുന്നു എങ്കിൽ കർത്താവ് ഇതാ ഞാൻ സമർപ്പിക്കുന്നു. കാരണം എൻ്റെ പങ്കും അത് യഹോവയാകുന്നു. അതേ പാസ്റ്റർ പറഞ്ഞ ആ വാക്യം, അത് ലേവി ഗോത്രം, നാം രാജകീയ പുരോഹിത ലേവി ഗോത്രമാകുന്നു. സ്തോത്രം. അത് ലേവി ഗോത്രത്തെ കുറിച്ച് പറയുന്നത്, ഞാൻ അവരെ ഓഹരി. അതിനും വലിയ സൗഭാഗ്യം എന്താണ്? അത് ലോകത്തെ ചമച്ചവൻ പറയാണ്, ഞാൻ നിങ്ങളുടെ ഓഹരി. സ്തോത്രം. വീടില്ലെങ്കിലും കാറില്ലെങ്കിലും സുഖസൗകര്യം ഇല്ലെങ്കിലും സർവശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അതേ ഹല്ലേലൂയ, എൻ്റെ പങ്ക് കാക്കുവാൻ, എനിക്ക് ലോറി കാക്കുവാൻ, എന്നോട് കൂടെ നടക്കുവാൻ, എന്നോട് കൂടെ സംസാരിപ്പാൻ ലോകത്തിൽ ആരും ഇല്ലെങ്കിലും ഹല്ലേലൂയ, ദൈവം പറയാണ്, ഭയപ്പെടില്ല, ഭാരപ്പെടില്ല, മകനെ മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതേ പത്മോസിന് ഏകാന്തതയിൽ അത് യോഹന്നാനോട് സംസാരിച്ച ദൈവം, വെളിപ്പാട് നൽകിയവൻ, അതേ പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവിന്റെ ഈ ദിവസങ്ങളും നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയിൽ വീണ്ടും മുന്നേറുവാൻ അതേ പത്രോസിനോട് ചോദിക്കുന്ന കർത്താവ് ചോദിക്കുകയാണ്, പത്രോസ്, എനിക്ക് എന്നോടൊപ്പം ഒരു നാഴികയെങ്കിലും രാത്രിയിൽ, പകൽ സമയമല്ല, പകലത്തെ വേറെ കാര്യം, അതുകൊണ്ട്, പക്ഷെ രാത്രി സമയമെങ്കിലും, രാത്രി ഒരു നാഴിക, ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോട് കൂടെ ഇരിപ്പാൻ സാധിച്ചില്ലല്ലോ. സ്തോത്രം. എന്ന് വളരെ ദുഃഖത്തോടെ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് കണ്ട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, എന്നോട് കൂടെ മകനെ, എൻ്റെ മകളെ, ഞാൻ ഇത്രത്തോളം നിന്നെ അനുഗ്രഹിച്ചല്ലോ, നിന്നെ കാത്തല്ലോ, നിന്നെ സൂക്ഷിച്ചല്ലോ, എന്നോട് കൂടെ രാത്രി ഒരു സമയം, അത് ക്ഷീണം വന്നാലും ഉറക്കം തൂങ്ങിയാലും ദൈവത്തിന് വിഷയമില്ല, പിശാച് കളിയാക്കും. പക്ഷെ മറുവശം കർത്താവിന് പറയാനുള്ള കാര്യം, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ പോലെ, അത് എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകൾ പകലത്തെ അധ്വാനം കഴിഞ്ഞ്, പകലത്തെ വേല കഴിഞ്ഞ് അവൻ സമയമെടുത്ത് ഒരു മണിക്കൂർ രാത്രി എന്നോട് കൂടി ഇരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. അവൾ ഉറക്കം തൂങ്ങിയാലും വിഷയമില്ല, പിശാചേ നീ മാറി നിൽക്ക്. സ്വത്രം. ആ രാത്രി സമയങ്ങളിൽ നാം അവനോട് കൂടി ചെലവഴിക്കുമ്പോൾ രോഗസൗഖ്യം, ആശ്വാസം, സമാധാനം കർത്താവ് നൽകി പിറ്റേ ദിവസത്തേക്ക് ആത്മീയ യുദ്ധം ചെയ്യുവാൻ മാത്രമല്ല ശാരീരികമായ ആരോഗ്യ ബലം നൽകിക്കൊണ്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. സ്തോത്രം. കർത്താവ് ആത്മാവോട് ഈ ദിവസം നമ്മളെ അതിനുവേണ്ടി സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. തൻ്റെ ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടും കരച്ചിലോടും കണ്ണുനീരോടും കൂടെ അവൻ അഭയാചനയും അതേ സ്തോത്രം ചെയ്തെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കർത്താവിന് വരെ അതേ സ്തോത്രം, അത് വരവ് താമസിച്ചാൽ ആ സമയം വരെ കർത്താവിന് വേണ്ടി ആത്മാവ് യുദ്ധം ചെയ്യുവാൻ നാം ഒരു യുദ്ധകളത്തിലാകുന്നു. ആ യുദ്ധത്തിൽ നമുക്ക് ജയമുണ്ട്. പക്ഷെ ആ ജയം വരിക്കേണ്ടത് പ്രാർത്ഥനയിൽ വർദ്ധിക്കുവാൻ, ഉപവാസത്തിൽ വർദ്ധിക്കുവാൻ, അതേ ആത്മീയ ആരാധനയിൽ വർദ്ധിക്കുവാൻ ദൈവാത്മ നമ്മളെ ഒരുമിച്ച് സഭയായി സഹായിക്കുമെന്ന് ഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവസഭയും ദേവദാസൻ കുടുംബത്തെയും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും ദൈവത്തിന് ആത്മാവ് അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ നേടിയെടുപ്പാൻ വലിയ പ്രവൃത്തി, വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവം ഈ ബാക്കി നിൽക്കുന്ന മാസത്തിൽ ദൈവാത്മാവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സമയം നൽകിയ പാസ്റ്ററോട് നന്ദി അറിയിക്കുന്ന കഥ അനുഗ്രഹിക്കും. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, നീ എന്റെ കർത്താവ്. എല്ലാവരും പറഞ്ഞാണ്, നീ എന്റെ കർത്താവ്. ഹല്ലേലൂയ. നീ എന്റെ കർത്താവാകുന്നു. ഹല്ലേലൂയ. നീ ഒഴികെ ഒരു നന്മയുമില്ല. ആമേൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ആ വനത്തില് അവിടെ അടുത്ത് ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടു. ആ മനുഷ്യൻ രാജാവിൻ്റെ പിറന്നാൾ ദിവസം അവൻ ആടുകളെല്ലാം ചെന്ന് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു. ഒരാളുടെ ആവശ്യം റേഷൻ കാർഡിനകത്തിൽ പേര് ചേർന്നു. ശരി ചേർത്തോ. ഒരാൾ പറഞ്ഞു, എൻ്റെ വസ്തു പുതുവല പതിച്ചത് ചേർത്തു. ആമേൻ. ഇതിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആമേൻ ഒരു രോഗമുണ്ട്, ചികിത്സിക്കാൻ പൈസ. ഓ ശരി, ഉടനെ ഒപ്പിട്ടാൽ മതി. ഇല്ല, ഓക്കെ. അവിടെ സെക്രട്ടറിമാരെ രാജാവിൻ്റെ അനുയായി. ഓ ദൈവം നടത്തിക്കോ. ഒരുത്തം എന്ന് പറഞ്ഞു, എനിക്കൊന്നും, പക്ഷെ രാജാവ് എൻ്റെ വീട്ടിലൊന്ന് വരണം. ബാക്കിയുള്ളവരെല്ലാം ആവശ്യക്കാരാ. റേഷൻ കാർഡ് വേണം, വീട് വേണം, കൂട് വേണം, ഷർട്ട് വേണം, അമ്മ അങ്ങ് പൈസ വേണം. ഇങ്ങനെ അവൻ എനിക്ക് ഒരാവശ്യമില്ല.
എന്റെ വീട്ടിൽ രാജാവ്. അപ്പൊ അന്ന് പിറന്നാളിന് വന്നവരെല്ലാം പല പല ആവശ്യം കൊണ്ട് ഒറ്റ ഒരുത്തം മാത്രമാണ് പറഞ്ഞത്, ഇത് എന്റെ വീട്ടിൽ വരണം, രാജാവ് എന്റെ വീട്ടിൽ വരണം, എനിക്കൊന്നും വേണ്ട രാജാവ്. അപ്പൊ അവിടെ കുറിച്ചിട്ട് ഈ മനുഷ്യന്റെ പേര് ഒരുത്തം വന്ന് നമ്മുടെ പ്രജ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവന്റെ വീട്ടിൽ ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. ഇവിടെ അപ്പൊ മന്ത്രിമാരെയൊക്കെ വിട്ട് ആളുകളൊക്കെ വിട്ട് അന്വേഷിച്ചു. ഏതോ ഒരു ദുനിയാവിൽ ഒരു ഓണം കയറാൻ പോലെ. രാജാവിന് പോകണമെങ്കിൽ എന്ത് ചെയ്യാനാ? രാജാവ് ഇവിടുത്തെ PW ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ട് പറഞ്ഞു, വേഗം അവന്റെ വീട്ടിലേക്ക് ഒരു വഴി അങ്ങ് വെട്ടാൻ. രണ്ടാമത് രാജാവിന് അന്നത്തെ ദിവസം അവിടെ വന്ന് അവന്റെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു വീട് പണിയും. ഇവിടെ ഒരു കൊട്ടാരം പണിയുടെ അവിടെ അല്ലേ? അപ്പൊ പണിയായി, കൊട്ടാരമായി. അപ്പൊ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. KSEB വിളിച്ചിട്ട് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമറും എല്ലാം കൂടെ ഒറ്റ ആഴ്ചക്കകം ചെയ്തേക്കണം. അപ്പൊ KSEB ആയി, വീടായി, വെള്ളമില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ ആഴ്ചക്കകം അവന്റെ മലയുടെ മണ്ടയ്ക്ക് വെള്ളം എത്തിച്ചേക്കണം. രാജാവ് ആക്കാൻ പോവുകയാണ്. എന്നിട്ട് അവന്റെ വീട്ടിൽ നിന്നാണ് രാജാവിന്റെ കൊട്ടാരത്തിൽ, രാജാവിന്റെ വീട്ടുപേരെന്താ, വീടിന്റെ പേര് കൊട്ടാരം എന്നാണ്. കൊട്ടാരത്തിൽ നിന്നാണ് യവന്റെ കുടിലേക്ക് വരുന്നത്. അവരെന്താ പറഞ്ഞത്? എന്റെ വീട്ടിൽ രാജാവ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ദിവസം രാജാവ് ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പക്ഷേ അവൻ രാജാവ് വീട്ടിൽ വരാൻ വന്നതുകൊണ്ട് എല്ലാം അവസാനം രാജാവ് താമസിച്ച കൊട്ടാരവും രാജാവ് പറഞ്ഞ അവനെ എടുത്തോട്ടെ. ദൈവം ഇത് പലർക്കും അറിയത്തില്ല. നമ്മൾ റേഷൻ കാർഡ് വേണം, എന്റെ പുതുവല് 2 സെന്റിന്റെ പേര് ചേർക്കണം, അതിന് പ്രാർത്ഥിക്കുക, കർത്താവേ സ്തോത്രം, പുതുവല് ചേർക്കണേ, പുതുവല് ചേർക്കണേ. എടാ പുതുവല് ചേർത്തിട്ട് എന്ത് സാധിക്കാനാ? പൊട്ടക്കല്ലെല്ലാം അവിടെ എന്ത് ചേർത്തിട്ട് സാധിക്കാനാ? രാജാവ് വീട്ടിൽ വരണം, യേശുവിന്റെ ഉള്ളിൽ വരണമെന്ന്, യേശു നിങ്ങളുടെ കൂടെ പാർക്കണമെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തർ ഒരു മരത്തിന്റെ മണ്ടയ്ക്ക് നിന്ന് വിളിച്ച് പറയുകയാണ്, നീ എന്റെ വീട്ടിൽ വരണം. ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുക. അവന് ഒരാഗ്രഹം, യേശുവിന് ആഗ്രഹം. ദൈവം ഇതിലെ പലപ്പോഴും നമ്മൾ ചെറിയ ചില്ലിക്കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ, ചില്ലിക്കാര്യത്തിന് വേണ്ടി ഉപവസിക്കുന്നവരല്ലേ, ചില്ലിക്കാര്യം നേടാൻ വേണ്ടി അവൻ പല പല അഭ്യാസങ്ങൾ ഇറക്കുന്നവരല്ലേ. രാജാവ് വീട്ടിൽ വരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു. ഓ എന്റെ യേശു എന്നോട് കൂടെ ഒന്ന് പാർക്കണം, യേശു എന്റെ ഹൃദയത്തിൽ ഒന്ന് വാഴണം. യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നീ ഒഴികെ ഒരു നന്മ എല്ലാവരും പറഞ്ഞാണ്. നീ ഒഴികെ ഈ വെളിപ്പാട് നിന്റെ ഹൃദയത്തിൽ കയറാൻ നീ രക്ഷപ്പെട്ടു. യേശു വന്നാൽ പിന്നെ എല്ലാം വരും. യേശു വന്നാൽ ജയം വരും, യേശു വന്നാൽ സമാധാനം വരും, യേശു വന്നാൽ വിടുതലുണ്ടാകും, യേശു വന്നാൽ സൗഖ്യം ഉണ്ടാകും, യേശു വന്നാൽ എല്ലാം ഉണ്ടാകും. യേശുവിനെ ഏതെങ്കിലും കോണിലിരുത്തിയാണ് നീ പലപ്പോഴും പല കാര്യങ്ങളും സാധിക്കാൻ പോകും. യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. കർത്താവേ ഹല്ലേലൂയ, നീ എന്നോട് കൂടെ പാർക്കണം, നീ ഒഴികെയൊരു നന്മയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മള് അപ്പോസ്തലന്മാര് മത്തായിയുടെ സുവിശേഷം 17-8 വാക്യം വായിക്കുമ്പോൾ യേശു ആരാണെന്ന് 2-3 ശിഷ്യന്മാരെയും കൂട്ടി മറുരൂപമലയുടെ ഒരു സന്ദർശനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറുരൂപമലയിൽ അവരവിടെ ആയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുക. യേശു ഉള്ളിടത്തൊരു സാന്നിധ്യം, യേശു ഉള്ളിടത്തൊരു വിജയമുണ്ട്. പത്രോസ് പറയാണ്, ഞങ്ങൾ വരുന്നില്ല,
ഞങ്ങൾ ഒരു കുടിലുണ്ടാക്കാൻ പോവുക. ഒന്ന് യേശുവിന്. ദൈവം ഇതിലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എത്ര പേരാഗ്രഹിക്കും. ചപ്പനും ചവറിനും വേണ്ടി നമ്മൾ ഓടുമ്പോ ഓ ഹല്ലേലൂയ, മരുഭൂമി മലയിലേക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു മലയിലേക്ക് അവൻ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങൾ കർത്താവുമായിട്ടുള്ള ഒരു വലിയ സമ്മേളനമായി തീരട്ടെ. കർത്താവുമായി സാന്നിധ്യം ഉണ്ടാകട്ടെ. ഒരിക്കല് അവനെല്ലാവരും യേശുവിനെ വിട്ടു പോയപ്പോ യേശുവിനോട് യേശു ശിഷ്യന്മാർ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. പത്രോസ് മറുപടി പറഞ്ഞു, നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കൽ. ദൈവത്തിലെ യാതൊരു വെളിപ്പാട് അല്ലേ? എല്ലാരും പോയതിന് അപ്പത്തിൽ പോയി, പോയി, അത്ഭുതത്തിൽ പോയി. ആമേൻ. പത്രോസ് നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ എങ്ങും പോകുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ആമേൻ ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മള് വേദപുസ്തകത്തിൽ വായിക്കുമ്പോഴ് ലേവി ഗോത്രത്തിന് യോശുവ 13:33 വായിച്ചാട്ട്. Book of Joshua, chapter 13, amen, verse, amen, 33, amen. വായിക്കാം. ലേവി ഗോത്രത്തിലോ മോശെ ഒരു അവകാശം കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. അതൊരു കാര്യോ? കർത്താവിന് ആമേൻ പന്തിപക്ഷപാതമുണ്ട്. എല്ലാവർക്കും ഗോത്രം വിധിച്ചു കൊടുത്തു. എല്ലാ ഗോത്രത്തിനും അവർക്ക് വേണ്ടത് വിധിച്ചു കൊടുത്തു. ലേവി ഗോത്രത്തിന് ഒരു വസ്തു വിധിച്ചു കൊടുത്തു. ദൈവം പറയാണ്, ദൈവമാണ് അവകാശം. നമ്മുടെ ചിന്തകൾ ഒന്നുകൂടെ ഇറക്കട്ടെ. ആമേൻ. എല്ലാ ഗോത്രത്തിനും വീതം വെച്ച് കൊടുത്തപ്പോ യോശുവയോട് ദൈവം പറയാണ്, ദൈവമാണ് അവരുടെ അവകാശം. നിത്യജീവന്റെ വഴികൾ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവാവകാശമാണെങ്കിൽ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്ക് ഒരു പക്ഷേ ഈ ലോകത്തിൽ ആരും തുടർന്നില്ലെന്ന് വരും. 2 തിമോഥെയോസ് 4:16 വാക്യം തൊട്ട് വായിക്കാമോ? 2 തിമോഥെയോസ് chapter 4:16. ആമേൻ. അതിന്റെ 2 തിമോഥെയോസ് 4:16 പൗലോസ് പറയുന്നു, ആരും നമ്മൾ ആരെങ്കിലൊക്കെ തുണ നിൽക്കും. എല്ലാവരും അവൻ അതിന് കണക്കിടാതിരിക്കട്ടെ. അതോടെ കൂട്ടിച്ചേർത്ത്. എന്നിട്ട് അടുത്ത ദിവസം കർത്താവ് തുണ തന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിച്ചു, കേൾപ്പാനും ശക്തി. ഒരു കാര്യം മനസ്സിലാക്കുക, ആരും തുടർന്നില്ലെന്ന്. ചിലർ ചിന്തിക്കും, ആമേൻ ഞാനില്ലെങ്കിൽ ആമേൻ ഇന്നലെ ഇടിഞ്ഞു വീഴും. അങ്ങനൊന്നുമില്ല. നീ ഇല്ലെങ്കിലും ആമേൻ നിൽക്കും. ആരും തുടർന്നില്ല, എല്ലാവരും കൈവിട്ടു. പക്ഷേ പൗലോസ് പറയാണ്, കർത്താവ് തുടർന്നു. എല്ലാവരും വിട്ടുപോകട്ടെ. നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ടെന്ന് പത്രോസ് പറയുന്ന പോലെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത്, കർത്താവ് എനിക്ക് തുടർന്നു. പ്രസംഗം എന്നെ കൊണ്ട് ജയിച്ചു. എല്ലാവരും കേൾക്കുവാൻ കൃപ തന്നു. രാവിലെ കാലം നമുക്ക് എത്ര പേർക്ക് ദൈവമായിട്ട് അടുത്ത് വരുവാൻ നീ എനിക്ക് തുടർന്നു. നീ എന്നോട് കൂടി ഇരുന്ന് കർത്താവേ, നീ എന്നെ സഹായിച്ചു. ഓ ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം എന്റെ പേരുണ്ടായിരുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മുറ്റും സമർപ്പിക്കാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നീ വഴി എനിക്കൊരു നന്മയും നീ മാത്രമാണ് എന്റെ നന്മ. ദാവീദിനെ ചോദിച്ചാൽ ദാവീദ് പറയും, ആമേൻ, എനിക്ക് ഒറ്റ ആഗ്രഹം. അവന്റെ ആഗ്രഹം അഹോയുടെ മനോഹരത്തെ കാണാം. അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം.
നിറയ്ക്കണം. Praise the Lord. എന്റെ ആയുഷ്കാലമൊക്കെ Hallelujah. ആഗ്രഹമാണ് യഹോവയുടെ ആലയത്തിൽ പാർക്കണം, Yes. ദൈവത്തോടുകൂടി ആയിരിക്കണം. ഇന്ന് രാവിലെ കാലം നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും നമ്മളെ ശക്തമായി ഫലിക്കട്ടെ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. നീ ഒഴികെ എനിക്കൊരു നന്മയും. കർത്താവാണ് എന്റെ നന്മ, കർത്താവാണ് എന്റെ സൗഖ്യം, കർത്താവാണ് എന്റെ ജയം. ഹല്ലേലൂയ. ഓ ദൈവം മാത്രം വലിയവൻ, ദൈവം മാത്രം വലുത്. ഓ എന്റെ മകനെ ദൈവം പരിപാലിക്കും. Hallelujah. ആമേൻ. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യത്തോടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. ഇതൊരു വായിച്ചാട്ട് എന്റെ അവകാശം, നിനക്കൊരു അവകാശമുണ്ട്, നിനക്കൊരു പാനപാത്രം, അല്ലേ? അങ്ങനല്ലേ? എന്നോട് വായിച്ചേ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാ. ദൈവം ഇതിലെ നിനക്ക് ഒരു പങ്കുണ്ട്. ആമേൻ. എന്റെ അവകാശം, നിന്റെ അവകാശം എന്റെ കർത്താവാണ്. നിനക്കും ഇതിനകത്തൊരു പങ്കുണ്ട്, നിനക്ക് ഒരു പാനപാത്രം, നിനക്ക് ഒരു അനുഗ്രഹമുണ്ട്. യേശു കർത്താവ് അവൻ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. നമ്മൾ പാടും പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്നു നീക്കണമേ. പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്നു നീക്കണമേ. എന്റെ ഇഷ്ടം പോലെ അല്ലല്ലോ, നിന്റെ ഇഷ്ടത്തിനാ എന്നെ തന്നെ ഞാനേതായി ഏൽപ്പിക്കുന്നു. പാനപാത്രം നമുക്ക് പലപ്പോഴും ഒത്തിരി അനുഗ്രഹങ്ങൾ വേണം, ഒത്തിരി ജയങ്ങൾ വേണം. എന്നാൽ ഇവിടെ അവൻ ആ പാനപാത്രവും അവൻ അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ, അവിടുത്തെ തിരുഹിതം പോലെ ആകട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കണം. അവൻ ക്രൂശിൽ കടന്നതിന്റെ കർത്താവ് പറയാണ് അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ, അവിടുത്തെ തിരുഹിതം പോലെ ആകട്ടെ. നമുക്ക് രാവിലെ അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയുമ്പോൾ എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം മതി. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം എനിക്ക് മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ അടുത്ത് ഉള്ള ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. ആമേൻ. ആ കൊച്ചുഞ്ഞ ഉപദേശി അല്ലേ, അദ്ദേഹത്തിന്റെ സ്ഥലമല്ലേ ആറന്മുള അല്ലേ? ആറന്മുളക്ക് അടുത്ത സ്ഥലമാണ് ഇടയാറുമുള. ഇടയാറുമുള ചേർന്നത് ആറന്മുള. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോൾ അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് ദുഃഖത്തിന്റെ പാനപാത്രം. ദുഃഖത്തിന്റെ പാനപാത്രം അവന്റെ കയ്യിൽ സന്തോഷത്തോടാതു തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി വന്നപ്പോൾ, തന്റെ കുഞ്ഞിന്റെ പ്രതിസന്ധികൾ, തന്റെ വീട്ടിലെ പ്രതിസന്ധികൾ, ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ സന്തോഷത്തോടെ ആ പാനപാത്രം ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം ആമേൻ ആളുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശരീരം പൊടിയിലേക്ക് അമർന്നു ചേർന്നാലും, പൊടിയിൽ ഞാൻ അമർന്നു ചേർന്ന, പൊടിയിൽ ഞാൻ അമർന്നു ചേർന്നാലും ഉയർത്തെഴും നിൽക്കും ദേഹസഹിതനാണ് പ്രിയ
പ്രിയനേ തേജസ്സിൽ ഞാൻ കാണും, തേജസ്സിൽ ഞാൻ കാണും. തന്റെ ഭാര്യ ഇരുന്ന് അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്നൊക്കെ തന്നോട് പറയുക. മരിച്ചുകളാ മരിച്ചു. പക്ഷേ താൻ പറയുകയാണ് പൊട്ടി സംസാരിക്കുന്നു, പൊട്ടി സംസാരിക്കുന്നു പോലും വെളിപ്പാടില്ലാത്ത പൊട്ടന പൊടിയിൽ ശരീരം അമർന്നു ചേർന്നാൽ എനിക്കൊരു അവകാശമുണ്ട്, എനിക്കൊരു പാത്രമുണ്ട്. എന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാവിലെ കാലം 42-ാം അധ്യായം അവൻ പറയുമ്പോ എല്ലാം തിരിച്ചു തന്നു. പാനപാത്രം തന്റെ പ്രശ്നങ്ങളെ, തന്റെ ഓഹരിയെ പരിപാലിക്കുവോ? ഓഹരിയെ പരിപാലിക്കുവോ? അവൻ എല്ലാം തിരിച്ചു കൊടുത്തു. അവൻ 1000 ഓട്ടം ഉണ്ടെങ്കിൽ 2000 ഓട്ടം, 1000 ആനയുണ്ടെങ്കിൽ 1000 ആനയുടെ കാര്യം പറയുന്നില്ല, ബാക്കി എല്ലാം തിരിച്ചു കൊടുത്തു. ആടും പാടും. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? പിന്നെയും കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തെന്ന് വായിക്കുന്നു. പക്ഷെ കുഞ്ഞുങ്ങളെ മാത്രം തിരിച്ചു കൊടുത്തില്ല, ഇരട്ടി കൊടുത്തില്ല അല്ലേ? അങ്ങനെ കാരണം അതിന്റെ കാര്യം എല്ലാം കൊടുത്തപ്പോ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കണ്ടായോ? ഇരട്ടി കൊടുക്കട്ടെ. സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് തെറ്റൊന്നും പറ്റത്തില്ല പോലെ. ഇവിടെ 5 ഉണ്ട്, അവിടെ 5 ഉണ്ട്, അപ്പൊ ഇരട്ടി ആയില്ലേ? ദൈവം എത്ര ഓഹരിയെ ദൈവം പരിപാലിക്കുന്നുള്ള തന്റെ ജീവിതത്തിലെല്ലാം തിരിച്ചു തന്നു, ഓഹരിയെ പരിപാലിക്കുന്നു. നിമിഷക്കാരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പരിശുദ്ധ ദൈവമേ, ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്കൊരു അവകാശമുണ്ട്, എനിക്ക് ഒരു ഭാരപാത്രമുണ്ട്. അവൻ എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ഞങ്ങൾ ഇവിടെ കുടിലുണ്ടാക്കാം, നിന്റെ സാന്നിധ്യം വിട്ടു പോകാൻ കഴിയും. നിത്യജീവൻ എന്റെ അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ജനത്തെ ആശീർവദിക്കുമെന്ന് Rejoice in the Lord.